ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വീഡിയോസ് കാണാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം ലോപസന്ധി മനസ്സിലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എങ്ങനെയാണ് ഒരു രണ്ട് ഘടകപദങ്ങൾ കൂടിച്ചേർന്നപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളുണ്ട്. ഇങ്ങനെ എല്ലാ സന്ധികളിലും വരുന്നത് ഘടകപദങ്ങൾ കൂടിച്ചേരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഒരു മാറ്റമാണ് നമ്മൾ മനസ്സിലാക്കുക, ഒന്ന് ലോപിച്ചു പോവുക. ഇങ്ങനെ ലോപിച്ചു പോകുന്നതിന് ലോപസന്ധി എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ലോപസന്ധി, ലോപ സന്ധി. അപ്പോൾ അത് മനസ്സിലായി. ഇനി രണ്ട് ആഗമസന്ധി. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു പദം പഠിച്ചിരുന്നു, വാഴയില അല്ലേ? വാഴയില നോക്കിയേ, വാഴയില എന്നത് സമസ്ത പദമാണ്. അതിനെങ്ങനെ പിരിച്ചെഴുതാം? വാഴ ഇല. ഈ ഘടകപദങ്ങൾ, രണ്ട് ഘടകപദങ്ങൾ, ഈ രണ്ട് ഘടകപദങ്ങൾ കൂടിച്ചേരുമ്പോൾ വാഴയിലാവുന്നു. ഇവിടെ എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി? ഈ ലോപസന്ധി മനസ്സിലായെടുത്ത് ആഗമസന്ധി മനസ്സിലാക്കാൻ പെട്ടെന്ന് കഴിയും. കാരണം ലോപസന്ധിയിൽ ഒന്ന് ലോപിച്ചു പോവുകയാണ് ചെയ്തത്. ആഗമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗമിക്കുക എന്ന പദം പറയും. മലയാളത്തിൽ എന്താണ് ആഗമിക്കുക? ആഗമിക്കുക, വരിക അല്ലേ? ഒന്ന് വരികയാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, വർണ്ണങ്ങളാണ് കൂടിച്ചേരുകയും വർണ്ണങ്ങളാണ് പോവുക ഒക്കെ ചെയ്യുന്ന. വർണ്ണങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം. അപ്പം ഓരോ വർണ്ണ, അതായത് പിരിച്ചെഴുതി സന്ധി നിർണ്ണയിക്കുമ്പോൾ വർണ്ണങ്ങൾക്ക് വരുന്ന മാറ്റമാണ് ഇവിടെ സന്ധി. സന്ധിയിൽ വർണ്ണങ്ങൾക്കാണ് മാറ്റം വരുന്നത്. അപ്പം ഇവിടെ നമ്മൾ ലോപസന്ധി നമ്മൾ മനസ്സിലാക്കി, ഒന്ന് ലോപിച്ചു പോയി, ഒരു വർണ്ണം ലോപിച്ച് ഇല്ലാതായി പോവുകയാണ് ചെയ്തത്. ഇവിടെ എന്താ സംഭവിച്ച്? വാഴയില എന്നതിൽ വാഴ പ്ലസ് ഇല. അപ്പം വാഴയില ഇവിടെ എന്ത് സംഭവിച്ചു ഒക്കെ തന്നെ കാണാം അല്ലേ? എന്താ സംഭവിച്ചത്? നമുക്ക് യ എന്നൊരക്ഷരം നമ്മൾ പറയും യാ വന്നു എന്നാണ് അല്ലേ? യാ വന്നു. അതായത് വ്യാകരണപരമായി പറയുമ്പോൾ രണ്ട് ഘടകപദങ്ങൾ കൂടിച്ചേർന്ന് എന്ത് സംഭവിച്ചു? ഒരു വർണ്ണം വരികയാണ് ചെയ്തത്. ഒരു വർണ്ണം കൂടുതലായി. ഇവിടെ ആ വർണ്ണം ഉണ്ടോ? ഈ ഘടകപദത്തിൽ ആ വർണ്ണമില്ല. ഇവിടെ ഇലയാണ്, വാഴയാണ്. ഇത് രണ്ടും കൂടി വാഴ ഇലയായി. യാകാരം, യാ എന്ന കാരം അല്ലേ? യകാരം എന്താണ്? യാ എന്നത് വ്യഞ്ജനാക്ഷരല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞു സ്വരോ വ്യഞ്ജനം ആവാം, സ്വരവർണവും വരാം, വ്യഞ്ജനവർണവും, അതിനാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇതിവിടെ യകാരം ആഗമിക്കണം. അതാണ് ആഗമിച്ചു, യകാരം ആഗമിച്ചു. അപ്പം എന്താണ്? രണ്ട് ഘടകപദങ്ങൾ കൂടിച്ചേർന്നിട്ട് ഒരു സമസ്ത പദമായപ്പോൾ ഒരു വർണ്ണം വന്നു, ഇങ്ങോട്ട് വരികയാണ്. ആഗമിക്കുക, ആഗമം എന്ന് പറഞ്ഞാൽ പദത്തിൻ്റെ അർത്ഥം തന്നെ വരിക എന്നാണ്. ലോപം എന്ന് പറഞ്ഞാൽ ഇല്ലാതായി പോയി, ലോപിച്ചില്ലാതായി പോവുകയാണ്. അവിടുന്ന് അത് ഇല്ലാതായി പോയതാണ് നമ്മൾ ലോപസന്ധിയിൽ പരിചയപ്പെട്ടത്. ഇവിടെയോ? ഇവിടെ ഒരു വർണ്ണം ഇങ്ങോട്ട് കൂടി വന്നു, കൂടുതലായിട്ട് വന്നു. നേരത്തെ ഇല്ലാത്തൊരു പദം ഇങ്ങോട്ട് കൂടി വന്നു. അപ്പം തിരുവോണം വേറൊന്ന് പരിചയപ്പെടാം. തിരുവോണം എങ്ങനെയാണ്? ഇതൊരു സമസ്ത പദമാണ്. എപ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ടത്, നമുക്കെപ്പോഴും പദം കിട്ടുക സമസ്ത പദം കിട്ടിയാൽ നമ്മൾ വേഗം ചെയ്യുന്നത് എന്തായിരിക്കും? പിരിച്ചെഴുതും. ഈ പിരിച്ചെഴുതിയിട്ട് നമ്മൾ പിരിച്ചെഴുതിയതിലേക്കല്ല നോക്കേണ്ടത്, പിരിച്ചെഴുതിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന സമസ്ത പദത്തിൽ എന്ത് സംഭവിച്ചു എന്നാണ് നോക്കേണ്ടത്. തിരു പ്ലസ് തിരുവധികം ഓണം അല്ലേ? നമ്മൾ എഴുതുമ്പോൾ പിരിച്ചെഴുതുമ്പം പിരിച്ചെഴുതാൻ വേഗം കഴിയും. ഈ പദങ്ങളൊക്കെ തിരു പ്ലസ് ഓണം വലിയ മാറ്റങ്ങളൊന്നും കാണില്ല. പക്ഷേ അത് സമസ്ത പദമായപ്പോൾ, സമസ്ത പദത്തിലേക്ക് വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നാണ് നോക്കേണ്ടത്. ഇത് ഞാൻ വീണ്ടും ആവർത്തിച്ച് വരുന്നത് എല്ലാ വിദ്യാർത്ഥികളും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴും പിരിച്ചെഴുതിയാൽ തന്നെ എന്താ? ഇപ്പം നിങ്ങൾ പിരിച്ചെഴുതിയാലാണ് നോക്കിയതെങ്കിൽ ഇത് തിരുവോണം എന്താ സംഭവിക്കുക? നമ്മളിവിടെ ലോപസന്ധിയായിട്ടാണ് കാണുക. കാരണം ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഈ വാ കാണില്ല. അപ്പോൾ അത് തെറ്റാണ്. വാ പോയി എന്നാണ് നമ്മളെ മനസ്സിൽ. അങ്ങനെ നോക്കാൻ പാടില്ല. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നത്, എപ്പോഴും രണ്ട് ഘടകപദങ്ങൾ കൂടിച്ചേർന്നിട്ട് സമസ്ത പദമായപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് മാത്രമേ നോക്കാവൂ. അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകും. കുട്ടികൾ എപ്പോഴും ചെയ്യുന്ന പരിപാടിയാണ് എന്ത്? ഇവിടുന്ന് ഇതൊക്കെ എഴുതി കഴിഞ്ഞ് അവസാനം ഇവിടെ എന്താണ് സംഭവിച്ചതെന്നല്ല അറിയേണ്ടത്. ഈ ഘടകപദങ്ങൾ തമ്മിൽ കൂടിച്ചേർന്നിട്ട് സമസ്ത പദമായപ്പോൾ സമസ്ത പദത്തിൽ എന്താ സംഭവിച്ചത് എന്നാണ് നോക്കേണ്ടത്. എങ്കിൽ മാത്രമേ ശരിയാവുള്ളൂ. അല്ലാണ്ട് നമ്മൾ അറിയാതെ ഇങ്ങോട്ട് നോക്കി പറയാം. ആരോടും വരുന്നൊരു തെറ്റാണത്. ഇവിടുന്ന് പെട്ടെന്ന് നമ്മൾ സമസ്ത പദമാണല്ലോ നമ്മളെ കയ്യിലുള്ളത്. അപ്പം പിരിച്ചെഴുതി കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കും. അങ്ങനെ നോക്കരുത്. രണ്ട് ഘടകപദം ചേർന്നിട്ട് ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ എന്ത് സംഭവിച്ചു? വകാരം ആഗമിച്ചു.
അല്ലേ? വകാരമാണ് ആഗമിച്ച്. എങ്ങനെ? രണ്ട് ഘടകപദങ്ങൾ കൂടിച്ചേരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു വർണ്ണം വരുന്നതിനാണ് ആഗമസന്ധി എന്ന് മലയാളത്തിൽ പറയുക. അപ്പം നേരത്തെ ലോപസന്ധി പഠിച്ചു, ഇതൊക്കെ ഒരു തുടർച്ചയാണ്. ഇത് 4 പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് മാറ്റം പെട്ടെന്ന് വന്നതെന്നുള്ളത്. അതായത് ലോപസന്ധി നമ്മൾ മനസ്സിലാക്കി, ഒന്ന് ഒരു വർണ്ണം പോകുന്നതാണ്. അതേപോലെ അഗമസന്ധിയിലോ? അഗമസന്ധിയിൽ ഒരു വർണ്ണം വരുന്നു, ഒരു വർണ്ണം വരുന്നു. അതായത് തിരിച്ചെഴുതിയിട്ട് സമസ്തപദമായി ഒരു വർണ്ണം വരുന്നതാണെന്ത്? ആഗമസന്ധി. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ആഗമസന്ധിക്കും ലോപസന്ധിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ പരിചയപ്പെടാം. അപ്പം രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ മറ്റൊരു വർണ്ണം വന്നു ചേരുന്നത്, രണ്ട് സ്വരങ്ങൾ കൂടിച്ചേരുമ്പോൾ രണ്ടിൻ്റെയും മധ്യത്തിൽ യകാരമോ വകാരമോ ആഗമിക്കും. രണ്ട് സ്വരങ്ങൾ കൂടിച്ചേരുമ്പോഴാണ്. വഴിയമ്പലം. വഴിയമ്പലം എന്നുള്ളത് എങ്ങനെയാണ്? വഴി അധികം അമ്പലമാണ്. വഴിയമ്പലം അല്ലേ? എങ്ങനെയാണ്? വഴി അധികം അമ്പലം. അപ്പോൾ ഈ ഇവിടെ ഇത് നമുക്കറിയാം ഇതെന്താണ്, ഇത് ചിഹ്നം ഈ ആണേ. ഈയും ഇവിടെ എന്താണ്? ഇവിടെ ആയും ഇല്ലേ? ഇവിടെ ഈയും ആയും രണ്ടിൻ്റെയും മധ്യത്തിൽ ഏകതിൻ്റെ എന്ത് ചെയ്യുന്നു? ഈയും ഇവിടെ ഇതിൻ്റെ രണ്ടിൻ്റെയും, ഇത് രണ്ടും സ്വരാക്ഷരമാണ്. അത് നമ്മൾ ഇതൊന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മയുണ്ടാവില്ല എന്താണ് ചെയ്യുന്നത്. നമ്മളാകെ ചെയ്യുന്നത് കൂടിച്ചേർന്നത് സംഭവിച്ചെന്ന്. പക്ഷെ ഇവിടെ ഇങ്ങനെ സംഭവിക്കാൻ മധ്യത്തിൽ, അത് ഇകാരത്തിൻ്റെയും അകാരത്തിൻ്റെയും മധ്യത്തിലാണ് യ എന്ന അക്ഷരം വരുന്നത്. അതായത് യ എന്ന വർണ്ണം വരെ ഇകാരവും അകാരം. അപ്പോൾ രണ്ട് സ്വരങ്ങൾ കൂടിച്ചേരുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ വഴി ഈയും ആയും കൂടി അങ്ങ് കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് യകാരം വരുന്നത്, അതിൻ്റെ മധ്യത്തിൽ യകാരം. ഇതൊന്നും നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒറ്റയടിക്ക് അങ്ങ് എഴുതി വെക്കും. എന്താണ് ഇതിൻ്റെ മാറ്റങ്ങളൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വഴി പ്ലസ് അമ്പലം എന്നുള്ളതിൽ ഇവിടെ രണ്ട് സ്വരങ്ങളാണ്. രണ്ട് സ്വരങ്ങൾ തമ്മിൽ കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്. ഈ രണ്ട് സ്വരങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ യകാരമോ വകാരമോ യായും വരാം വായും വരാം, യായും വരാം വായും വരാം. അപ്പോൾ ആഗമസന്ധിയിൽ നമുക്ക് വേഗം മനസ്സിലാക്കാം. നിങ്ങൾ പരീക്ഷാർത്ഥികളായതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കുറുക്ക് വഴികളൂടി ചിന്തിച്ചാൽ വേഗം മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ലോപസന്ധിയിൽ അധികവും സംഭവിക്കുന്നത് സമൃദ്ധോകാരം ലോപിച്ചു പോകുന്നു, അകാരം ഇകാരം. അത് ഏറ്റവും കൂടുതൽ സമൃദ്ധോകാരം ലോപിച്ചു പോകുന്നതാണ് ലോപസന്ധിയിൽ കാണാൻ കഴിയുക. അത് നമ്മളെ മനസ്സിലിട്ട് വെച്ചാൽ തന്നെ നമുക്ക് കുറേ പദങ്ങൾ നമ്മൾ സ്വയം ചെയ്ത് വെച്ചാൽ മനസ്സിലാവും ഇത് ലോപസന്ധിയാണെന്ന്. അതേപോലെയാണ് ഇത് നമ്മൾ മാത്സ് പഠിക്കും പോലെ തന്നെയാണ് മലയാളത്തിലെ വ്യാകരണങ്ങളും മനസ്സിലാകുക. കാരണം മലയാളത്തിലെ വ്യാകരണങ്ങളും ചെയ്ത് പഠിച്ചാൽ മാത്രമേ പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ വഴിയമ്പലത്തിലും നമ്മൾ കാണും, വഴിയമ്പലം പിരിച്ച് അല്ലെങ്കിൽ വേറൊരു പദമായാലും യകാരവും വകാരവും ആഗമിക്കുകയാണ്. ആഗമിക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് രണ്ട് സ്വരങ്ങളാണ് ഇവിടെ ഉള്ളത്, ഈ എന്നും ആ എന്നും. ഈ രണ്ട് സ്വരങ്ങളും തമ്മിൽ കൂടിച്ചേരും എന്ത് സംഭവിക്കുന്നു? യായും വായും മധ്യത്തിൽ വരുന്നുണ്ട്, യകാരവും മകാരവും മധ്യത്തിൽ. ഇനി കരിയില. കരി പ്ലസ് ഇല. ഇവിടെയും ഇതേ നിയമങ്ങൾ തന്നെയാണ് സംഭവിക്കുന്നത്. ഈയും ആയും, കരി പ്ലസ് ഈ ഇതാവേണ്ട രണ്ട് സ്വരങ്ങളാണ്. നേരത്തെ നമ്മൾ ഈയും ആയുമാണ്. ഇവിടെയോ കരി ഈയും രണ്ട് ഈ എന്ന് പറഞ്ഞാൽ രണ്ട് സ്വരാക്ഷരങ്ങളാണ്. ഈ രണ്ട് സ്വരത്തിൻ്റെയും ഇടയിൽ എന്ത് വരുന്നു? യകാരം വരുന്നു. തിരുവുടൽ. തിരുവുടൽ എന്നുള്ളത് അതായത് വെറും ആയും മാത്രമല്ല, ഈയും മാത്രമല്ല, എല്ലാ സ്വരങ്ങളും തമ്മിൽ ഈ വ്യത്യാസം വരുന്നുണ്ട്. അതായത് ഈ രണ്ട് സ്വരങ്ങൾ ചേരുകയാണ്. അതായത് ഇവിടെ ആണ് അല്ലേ? ഊയും ഉടൽ അപ്പോൾ അവിടെ എന്ത് വരും? അതിനിടയിലും വകാരം വരുന്നുണ്ട്, വാ വരുന്നു. അപ്പം ഉടൽ അത് രണ്ട് സ്വരങ്ങൾക്കിടയിലാണ്, മധ്യത്തിലായിട്ടാണ് വരുന്നത് എന്ത്? ഈ വകാരം. ഇങ്ങനെ എന്ത് ചെയ്യുന്നു? രണ്ട് പദങ്ങൾ തമ്മിൽ, രണ്ട് ഘടകപദങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സ്വരങ്ങൾക്കിടയിൽ വകാരമോ യകാരമോ ആഗമിക്കുകയാണെങ്കിൽ അതിന് ആഗമസന്ധി എന്നാണ് മലയാളത്തിൽ
പറയുക. അതായത് രാഗമസന്ധി, ആഗമിക്കുക, ഒരു വർണ്ണം ആഗമിച്ച് വരിക. മരവുരി, മരവുരി, മരവുരി എങ്ങനെയാണ്? മരവുരി, മര പ്ലസ് ഉരി, മര പ്ലസ് ഉരി. ആ രാ, ഇവിടെ നിങ്ങൾക്ക് എവിടെ ആ സ്വരം എവിടെയെന്ന് ചോദിക്കാം. ഇവിടെ രണ്ട് രാ, രി പ്ലസ് ആ. അപ്പം ഇവിടെ ആയുണ്ട്, ഈ ആയും ഊവും ആ ഊ. അപ്പം ആയും ഊയും കൂടി ചേർന്നിട്ട് അവിടെ എന്ത്, അതിൻ്റെ മധ്യത്തിൽ എന്ത് വരും? വകാരം വരും. അപ്പം മരപുരി എന്നായി മാറുന്നു. മണവാളൻ, അപ്പം മണവാളൻ എന്നുള്ള വീട് മണവാളൻ എങ്ങനെയാണ് പിരിച്ചെഴുതുക? മണ പ്ലസ് ആളൻ എന്നാണ്. അപ്പം മണവാളൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ആ പ്ലസ് ആ, അതിനിടയിൽ എന്ത് ചെയ്യുന്നു? വാ എന്ന അക്ഷരം ആഗമിക്കുന്നു. ഇങ്ങനെ രണ്ട് പദങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് ഘടകപദങ്ങളാണ്. രണ്ട് ഘടകപദങ്ങൾ തമ്മിൽ കൂടിച്ചേരി ചേർന്നിട്ട് ഒരു സമസ്ത പദാവും. ആ സമസ്ത പദാവുമ്പോൾ എന്തെല്ലാമാണ് അതിൻ്റെ രണ്ടും കൂടി കൂടിച്ചേരുന്നിടത്ത് എന്താണ്? സ്വരങ്ങളായിരിക്കും അധികവും. ഈ സ്വരങ്ങൾക്കിടയിൽ ഏതക്ഷരമാണ് അധികവും വരിക? 90% കാണാൻ കഴിയുക വകാരവും യകാരവുമാണ്. മറിച്ച് ഏതെങ്കിലും അക്ഷരങ്ങൾ വന്നാൽ മാത്രമേ ഉണ്ടാവുന്നത്. അത് ദുർലഭമാണ്. കഴിയുന്നതും ഈ വകാരവും യകാരവും തന്നെയാണ് ആഗമസന്ധിയിൽ. അപ്പോൾ ഇതാണ് എന്താണ്, വീണ്ടും ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. രണ്ട് ഘടകപദങ്ങൾ തമ്മിൽ കൂടിച്ചേർന്നിട്ട് ഒരു സമസ്തപദമാവുമ്പോൾ അതിൽ ഒരു വർണ്ണം ആഗമിക്കുന്നതിനാണ് മലയാളത്തിൽ ആഗമസന്ധി എന്ന് പറയുക.